എന്തു വന്നാലും എന്ത് കാരണവശാലും ഏതൊരു കാരണവശാലും തന്റെ മകനെ താൻ വിട്ടുകൊടുക്കുകയില്ല എന്ന ശപഥമെടുത്തതുപോലെ ഇത്രയും ആരോഗ്യപരമായി വളരെ മോശമായി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും അവർ ഈ അഫ്വാൻ എന്ന മകനെ, അവരുടെ മകനെ, ഷമീന എന്ന ഉമ്മയുടെ മകനെ ഈ പോലീസിന് ഒറ്റുകൊടുക്കാതെ നിൽക്കുകയാണ്. അവനൊന്നും ചെയ്യാൻ കഴിയില്ല, അവനല്ല ഇതൊന്നും ചെയ്തത്, നിങ്ങൾ കണ്ടോ അവൻ ചെയ്തത് എന്ന് പോലീസിനോട് മറുചോദ്യം ചോദിക്കുന്ന അത് ഷമീനയാണ് കണ്ടത്. എന്നാൽ പോലീസ് തിരിച്ച് 2 ചോദ്യം ചോദിച്ചപ്പോൾ ഷമീന വിഷയത്തിൽ നിന്ന് വഴുതി മാറുകയായിരുന്നു. എന്തായാലും നിലവിൽ അഫ്വാനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം ഇന്നുണ്ട്. കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് കോടതി വിട്ടിരുന്നു അഫ്വാനെ. ഇന്ന് അഫ്വാന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തുന്നുണ്ട്. അതിനു മുൻപായി ഷമീനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളാകുന്നു എന്നറിയുന്നതിന് മുന്നേ തന്നെ പോലീസ് സംഘം ഷമീനയുടെ ഈ മൊഴിയെടുക്കാനായി വീണ്ടും എത്തിയിരുന്നു. അപ്പോഴും ആദ്യഘട്ടത്തിൽ എന്താണോ ഷമീന പറഞ്ഞത് അതേ കാര്യം ആവർത്തിച്ച് ചോദിക്കുകയാണ് പോലീസ് ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ ഇവർ പറയുന്നത് അന്ന് എന്താണോ പറഞ്ഞത് അതേ കാര്യം ആവർത്തിക്കുകയാണ് ഷമീനയുടെ. എന്റെ മകന് ഒരു പൂച്ചയെ പോലും തല്ലാനോ ഒരു ഈച്ചയെ പോലും തല്ലിക്കൊല്ലുവാനോ കഴിയുകയില്ല, അവൻ ഇതൊന്നും ചെയ്യില്ല സാറേ, ഇത് മറ്റെങ്ങനെയൊക്കെയാണ് ഇവർക്ക് ഈ അപകടം സംഭവിച്ചത് എന്നാണ് പറയുന്നത്. സ്വന്തം ഇളയ മകനെ കൂടി മൂത്ത മകൻ ഇത്തരത്തിൽ കൊടും പാതകം നടത്തി എന്ന വിവരം ആ അമ്മ അറിയണ്ട എന്ന് കരുതി പലതും ഒളിച്ചു വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെയാണ് ഈ അമ്മയുടെ ഒളിച്ചുകളി എന്നതാണ് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത്. അമ്മ പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണ് തന്നെയാണ് എനിക്ക് പരിക്കുണ്ടായത് എന്നുള്ളതാണ്. വീണ്ടും ഒന്ന് ശബ്ദം മാറ്റി പോലീസ് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ വീഴുന്നത് എന്നായിരുന്നു ഷമിയുടെ മറുചോദ്യമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാനെ വീണ്ടും ഉമ്മ ഷമീന മൊഴി നൽകുമ്പോൾ ഈ കേസ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഷമീന എല്ലാം അറിയേണ്ടതുണ്ട്. മകൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നും മകന്റെ തെളിവെടുപ്പ് സമയത്ത് മകൻ നടത്തിയ കുറ്റസമ്മതവും അടക്കം ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഷമീനയ്ക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഷമീന ഇനി സത്യം പറയുകയുള്ളൂ എന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മകൻ നടത്തിയ കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്നും വീണുണ്ടായ അപകടമെന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ഇപ്പോഴും. അവരുടെ നിസ്സഹകരണം പോലീസിനെയും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഷമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷമിയുടെ മൊഴി പോലീസ് ഇന്നലെ വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. മകൻ അഫ്വാൻ അല്ല ആക്രമിച്ചത് എന്നും കട്ടിലിൽ നിന്നും നിലത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റതാണ് എന്നുമാണ് ഷമീന ഇന്നലെയും മൊഴി നൽകിയത്. മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ല എന്നും ഷമീന പോലീസിനോട് പറഞ്ഞു. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വീണു, പരിക്കേറ്റു എന്നാണ് ഷമി മറുപടി നൽകിയതായാണ് വിവരം. സംഭവ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷയം മാറ്റിക്കൊണ്ടു പോവുകയാണ് ആ അമ്മ ചെയ്തത്. വിശക്കുന്നു, ശരീരം തളരുന്നു എന്നെല്ലാം പറഞ്ഞു. കടബാധിതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഷമിയുടെ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല പോലീസിന്. 1 മണിക്കൂർ ഷമിയുമായി സംസാരിച്ചെങ്കിലും മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഷമീനയെ ആശുപത്രിയിൽ നിന്നും ഈ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയത്. ഇവിടെ വിദഗ്ധ ചികിത്സയിലാണ് ഷമീന കഴിയുന്നത്. ഡോക്ടർമാരുടെ നിരീക്ഷണം ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഷമീനയ്ക്കുണ്ട്. പക്ഷേ നിലവിൽ ഷമീനയുടെ ആരോഗ്യനില വഷളാകാനുള്ള കാരണം അഫ്വാനെ കാണണം എന്നുള്ളതാണ്. അഫ്വാനെ കാണണം എന്നുള്ള ആവർത്തിച്ചുള്ള ഷമീനയുടെ ഈ വാശിപ്പുറത്ത് അഫ്വാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അഫ്വാനെ കാണാനായി കഴിയില്ല എന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞപ്പോൾ അഫ്വാനെ കണ്ടാൽ മാത്രമേ ഇനി ഞാൻ മരുന്ന് കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഷമിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് പച്ചക്കള്ളം പറയാൻ ആ ഉമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തന്റെ മകൻ ഇത്രയും ക്രൂരത ചെയ്തിട്ടും തന്റെ മകനെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ് ആ അമ്മ ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു കാര്യം, തന്റെ ഇളയ മകനെയും മൂത്ത മകനാണ് ഈ തലക്കടിച്ചു കൊന്നത് എന്ന വിവരം ഷമീന കൃത്യമായി അറിഞ്ഞിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. ഇനി കൃത്യമായി അറിഞ്ഞിട്ടും ഷമീന ആ മകനോട് നീതി പുലർത്താതെ മൂത്ത മകനോട് മാത്രം നീതി പുലർത്തുകയാണോ എന്നും അറിയില്ല. അല്ലെങ്കിൽ മൂത്ത മകനോട് മാത്രം നീതി പുലർത്തുക എന്ന് ഉദ്ദേശിച്ചത് ഷമീനയുടെ ഭാഷയിൽ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല, മകനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റില്ല എന്നുള്ള ഷമീനയുടെ നീതി എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നീതി പുലർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇളയ മകന്റെ ജീവിതത്തിനും ഇളയ മകന് സംഭവിച്ചതും അവൻ അനുഭവിച്ച വേദനയ്ക്കും ഈ അമ്മയ്ക്ക് വേദനയില്ലേ, വിഷമമില്ലേ എന്നുള്ള
എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷെമീന ഒരു വിവരവും പറയുകയില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇനി പോലീസ് സംഘത്തിന് മുന്നിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. മൂന്നാം മുറ എന്ന് നമ്മൾ കരുതുന്ന ഏറ്റവും ഒടുവിലത്തെ അടവെന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം അതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ തെളിവെടുപ്പിന്റെ ലത്തീഫിന്റെ വീട്ടിലെത്തിയപ്പോൾ തെളിവെടുപ്പ് നടത്തിയപ്പോഴും ലത്തീഫിനെ കൊന്ന വിവരവും ലത്തീഫിന്റെ ഭാര്യ എങ്ങനെ കൊന്ന വിവരവും ഒക്കെ തന്നെ പോലീസ് സംഘം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ രീതിയും ഒക്കെ വിവരിക്കുന്നതും കൃത്യമായി തന്നെ പോലീസ് സംഘം വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീഡിയോയിൽ ശേഖരിക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ തന്നെയാണ്, ഇതേ വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ഷെമീനയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത്. അതായത് പോലീസിനെ കൊണ്ട് അത്തരം കടുങ്കൈയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ എന്താണ് ഇപ്പോൾ ഷെമീന സത്യം പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും പോലീസിന്റെ അന്വേഷണമായി മുന്നോട്ട് തന്നെ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊക്കെ തരത്തിൽ ഈ അഫാനെ പൂട്ടാൻ സാധിക്കുമോ ആ തരത്തിൽ തന്നെ അഫാനെ പൂട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം അഫാനെ ഈ ഒരു കേസിൽ പൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അഫാനെ ഈ ഒരു കേസിൽ ഏതെങ്കിലും ഒരു പഴുതിൽ അഫാൻ പുറത്തിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും അഫാൻമാർ ഉണ്ടാകാൻ വളരെ കാലതാമസമില്ല എന്ന് വ്യക്തമാവുകയാണ്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ കൂടുതൽ വിവരം ശേഖരിക്കാൻ ഷെമിയുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിലെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി പ്രതി അഫാനെ ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ 11-ന് നെടുമങ്ങാട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചത് കൊണ്ടാണ് പിതൃ സഹോദരനായ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് അഫാന്റെ മൊഴി. തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകളെ പോലീസിനോട് വിവരിച്ചത്. 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങി പണം തിരികെ ചോദിച്ച് അത് ബുദ്ധിമുട്ടിലായി. അച്ഛന്റെയും അമ്മയുടെയും സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകയിരുത്താൻ കാരണം. അമ്മയെ കഴുത്ത് നെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു. അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അഫാനെ കണ്ട് സാജിദ അടുക്കളയിലേക്ക് പോയി ബാഗിലിരുന്ന ചുറ്റുകയെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം ആഞ്ഞടിച്ചു. ശബ്ദം കേട്ട് ഓടി വന്ന സാജിദയെയും അടിച്ചു. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊന്നു. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്ക് എറിയാൻ മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു. വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളക് പൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത്. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളക് പൊടി ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ അഫാന്റെ ഉമ്മ സത്യം ഇനിയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അഫാന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഉമ്മ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ വിചാരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഷെമി ഇക്കാര്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ റഹീമിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ റഹീം പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമീനയ്ക്ക് ഇപ്പോൾ കൂടുതൽ സഹായം വേണ്ട ഒരു ഘട്ടമാണുള്ളത്, കൂടുതൽ പിന്തുണ വേണ്ട ഘട്ടമാണുള്ളത് എന്നാണ് ഈ റഹീം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെമീന ഇങ്ങനെ പറയുന്നത്, ഈ കള്ളത്തരം പറയുന്നതിൽ റഹീം നിസ്സഹായനാണ്. റഹീമിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്.